മഴ തുടരുന്നതോടൊപ്പം പലയിടങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിയതോടെ അന്തിക്കാട് കല്ലിട വഴിയും സെറ്റിൽമെന്റ് സാങ്കേതം റോഡും വെള്ളത്തിൽ. ഇതോടെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. കണക്കന്തറ ഗോപി, കോക്കാട്ട് സുരേഷ്, പീച്ചേടത്ത് പ്രജിൽകുമാർ, തച്ചാട്ട് കൊച്ചുണ്ണി, കുന്നത്തേതി ഇന്ദിര തുടങ്ങിയവരുടെ വീടുകളാണ് വെള്ളക്കെട്ടിലായത്. പാറളം, ചാഴൂർ, ചേർപ്പ്, താന്യം, പുള്ളു പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ നിന്നുള്ള അധിക ജലം അന്തിക്കാട് കോൾപ്പാടശേഖരത്തിലൂടെ ഒഴുകി മണലൂർത്താഴം കോൾപ്പാടങ്ങൾ വഴി ഫേസ് കനാലിലെത്തിയാണ് ഏനാമാക്കൽ റെഗുലേറ്ററിലൂടെ കടലിലേക്ക് ഒഴുക്കിക്കളയുന്നത്. എന്നാൽ അന്തിക്കാട് കോൾപ്പാടശേഖരത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി കടന്നു പോകണമെങ്കിൽ കാഞ്ഞാൺകോൾ, മണലൂർത്താഴം കോൾപ്പാടശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊളിക്കണം. ഇരു ബണ്ടുകളും പൊളിക്കാത്തതിനാൽ ബണ്ടുകൾ കവിഞ്ഞൊഴുകുന്ന വെള്ളം മാത്രമാണ് നിലവിൽ കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഇതാണ് അന്തിക്കാട് കല്ലിട വഴി, മണലൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിന്റെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് ഉയരാൻ കാരണമായതെന്ന് ആക്ഷേപമുണ്ട്. ഈ പ്രശ്നം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറെ കണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. അന്തിക്കാട് കല്ലിട വഴിയിൽ ഇനിയും വെള്ളം ഉയർന്നാൽ ദുരിതത്തിലാകുന്ന വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തതായി അധികൃതർ അറിയിച്ചു. TCV തൃശൂർ.